സ്വരലയയുടെ നേതൃത്വം വഹിച്ച ടി.ആർ. അജയൻ അടുത്തുനിന്ന് കണ്ടതാണ് എം.എ. ബേബി എന്ന രാഷ്ട്രീയ സൈദ്ധാന്തികന്റെ സാംസ്കാരിക താൽപ്പര്യങ്ങൾ. സംഗീതം ബേബിക്ക് പ്രിയപ്പെട്ടതാണ്. ശാസ്ത്രീയ സംഗീതത്തെ ജനകീയ ധാരയിലേക്ക് വെട്ടിത്തെളിച്ചപ്പോഴാണ് സ്വരലയ എന്ന സംഗീത മഹാപ്രവാഹം മലയാളത്തിലേക്ക് എത്തിയത്. ബേബിയുടെ ഡൽഹി കാലത്താണ് അതൊക്കെ സംഭവിച്ചത്. സ്വരലയയ്ക്ക് ഡൽഹിയിൽ തിരിതെളിയുമ്പോൾ എ.കെ. ആന്റണി, കെ.ആർ. നാരായണൻ ഉൾപ്പെടെയുള്ളവരെ രാഷ്ട്രീയം മറന്ന് ഒപ്പം ചേർക്കുന്നതിലുണ്ടായിരുന്നു എം.എ. ബേബിയുടെ സംഘടനാ പാടവം. സ്വരലയെ രാജ്യത്തെ അന്തസ്സുറ്റ സംഗീത പ്രസ്ഥാനമായി എം.എ. ബേബി വാർത്തെടുത്തു. എം.എസ്. സുബ്ബലക്ഷ്മിക്കൊക്കെ അവാർഡ് കൊടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് അത് മാറ്റിയെടുക്കാൻ ബേബിക്ക് കഴിഞ്ഞിരുന്നു. അത് അതുല്യമായ സംഘടനാ ബോധവും സംഘടനാ പാഠവും ഒക്കെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു. ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് കേരളത്തിലെ മുറിവുണക്കാൻ ബേബി തൊട്ടുപുരട്ടിയതും സംഗീതം. ഇന്ത്യയിലെ എല്ലാ സംഗീതജ്ഞരും പങ്കെടുക്കുന്ന പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, ചൗരസ്യ തുടങ്ങി യേശുദാസ്, ബാലമുരളി കൃഷ്ണ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സംഗീതജ്ഞരും വന്ന് സംഗീതം സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് എന്ന് സ്ഥാപിച്ച ഒന്നായിരുന്നു ഈ മനോമൈത്രി സംഗീതിക. അതിൻ്റെ നാഷണൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത് ബേബിയായിരുന്നു. വരേണ്യതയുടെ പൂമുഖത്ത് നിന്ന് ശാസ്ത്രീയ സംഗീതത്തെ മാനവീയ വീഥിയിലേക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്നത് എം.എ. ബേബിയുടെ നവോത്ഥാന സ്പർശമുള്ള രാഷ്ട്രീയ പ്രവർത്തനം. നെയ്യാറ്റിൻകര വാസുദേവന് കുതിരമാളികയിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി ഉണ്ടായിട്ടില്ല. അദ്ദേഹം അധകൃതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുകയും കുതിരമാളികയിൽ നിന്ന് തന്നെ സ്വാതി സംഗീതോത്സവം അതിനുവേണ്ടി പിൻവലിക്കുകയും ആദ്യമായി പാലക്കാട്ട് അത് നെയ്യാറ്റിൻകര വാസുദേവൻ്റെ കച്ചേരിയോടുകൂടെ തുടങ്ങുകയും ചെയ്തത് ബേബിയുടെ ആ ഇടപെടലിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ്. കലയോടുള്ള ഇഷ്ടം എം.എ. ബേബിയെ സംഗീതത്തിന്റെ പുരാതന ഗലികളിലൂടെ കൈപിടിച്ചു നടത്തിച്ചു. വാരണാസിയില് ഉസ്താദ് ബിസ്മില്ലാ ഖാനെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തിന് സ്വരലയുടെ വകയായിട്ടൊരു പാരിതോഷികം കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. വാരണാസിയിലെ ഈ ഇടുങ്ങിയ തെരുവിൽ കൂടെ ഒക്കെ കറങ്ങി ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെ പോയത് എൻ്റെ ജീവിതത്തിന്റെ വലിയ അനർക്ക നിമിഷമായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായിരുന്ന കാലത്ത് കഥകളി ഉൾപ്പെടെ ക്ലാസിക് കലകളെ ജനകീയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എം.എ. ബേബി. നിരന്തരം സാംസ്കാരിക പരിപാടികൾ സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്ന എം.എ. ബേബി എന്ന മന്ത്രിയെ ആവോളം ആസ്വദിച്ചു അന്ന് കേരളം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.